ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായല്ലേ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ തന്നെ ഇടാമെന്ന്. ഒരു കുക്കിംഗ് വീഡിയോ അല്ല ആക്ച്വലി, പക്ഷെ ഞാൻ എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. ശരിക്കിത് രാത്രിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെ രാത്രിയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യും, എല്ലാ ദിവസവും ഇല്ല, എന്നാലും മിക്ക ദിവസങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അതാകുമ്പോൾ രാവിലെ അത്ര ഒരു ഓവർ പണിയായിട്ട് ഫീൽ ചെയ്യില്ല. ഇല്ലെങ്കിൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി ക്ലീനിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ ആകെ മൊത്തം ഒരു ഇതാവും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ രാത്രി തന്നെ എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് വെക്കും. അതായത് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്തെങ്കിലും ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറിയാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ രാത്രി ഉണ്ടാക്കി വെക്കും. അതാകുമ്പോൾ രാവിലത്തെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ രാവിലെ ടേസ്റ്റ് കൂടും. ആ മസാല ഒക്കെ അതിൽ പിടിച്ച് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് രാവിലെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് വരിക. രാവിലെ ചൂടാക്കും. ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്ന കറിയാണെങ്കിൽ രാവിലെ ചൂടാക്കി എടുക്കും. ഇനി അതല്ല ലഞ്ചിനും കൂടി ആണെങ്കിലും രാവിലെ തന്നെ ചൂടാക്കി ഒന്ന് വെക്കും. ഇനി അതും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് ഒന്നുകൂടെ ചൂടാക്കും കേട്ടോ. അത്ര നേരം എടുത്തുള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ കറിയൊക്കെ കഴിയും. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. രാത്രി എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് തലേന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും, എന്നിട്ട് രാവിലെ അത് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ ഇന്നിവിടെ ചിക്കൻ്റെ ലിവറാണ് കറി വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാനും മോനും ഏട്ടനൊക്കെ ലിവർ കഴിക്കും. ലിവറും ചിക്കൻ പാർട്സൊക്കെ നമുക്കിഷ്ടമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. പിന്നെ മോന് നമ്മളത് കൊടുത്ത് നോക്കി, അപ്പോൾ അവനും കഴിക്കുന്നുണ്ട്. അപ്പം ചിക്കൻ വാങ്ങിക്കുന്ന സമയത്തൊക്കെ ലിവർ ഇട്ടാണെങ്കിൽ മോന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ മോനും അതിനോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ലിവറാണ് ഇന്നത്തെ കറി വെക്കുന്നത്. പിന്നെയുള്ളത് ചപ്പാത്തി രാവിലെ ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ചപ്പാത്തിയും രാത്രി തന്നെ കുഴച്ച് വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതാട്ടോ ലാസ്റ്റ് കണ്ടത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് പിന്നെ അധികം പണി ഉണ്ടാവില്ല. ചപ്പാത്തി ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കണം. കറി ഓൾറെഡി ആക്കി വെച്ചു. അത് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഗ്രേവി വേണമെങ്കിൽ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ നല്ല ചൂടുവെള്ളം കേട്ടോ ഒഴിക്കുക. അതൊഴിച്ച് ജസ്റ്റ് ഒന്ന് ഗ്രേവി ആക്കി എടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ തലേന്ന് തന്നെ പിന്നെ വറവിന് വേണ്ട നീളമുള്ള പയർ ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ചപ്പാത്തിക്ക് ചെറുപയർ കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപയർ ഓൾറെഡി ഞാൻ ചെറുപയർ ചൂടാക്കും കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ ചെറുപയർ ഇട്ട് വെച്ചാൽ ശരിക്കും 2 മണിക്കൂർ പോലും വേണ്ട, അത് നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക്. പിന്നെ കുറച്ചൊരു 2-3 വിസിൽ തന്നെ അത് വെന്ത് ഉടഞ്ഞ് വരും, ആ പരുവത്തിലാവും. അപ്പോൾ ഞാനതും തലേന്ന് ചൂടുവെള്ളത്തിലിട്ട് അടച്ച് വെക്കും. അതാകുമ്പോൾ രാവിലെ വേഗം കറി ഈസി ആവും. പിന്നെ തേങ്ങ ചിരകുന്ന രാവിലെ കേട്ടോ. ശരിക്കും എനിക്ക് തേങ്ങ ചിരകാൻ ഭയങ്കര മടിയാണ്. അത് ശരിക്കും ഏട്ടനാണ് ചെയ്തു തരിക. ഏട്ടനാണ് രാവിലെ വീട്ടിൽ എഴുന്നേൽക്കുന്ന ആൾ ഏട്ടനാണ്. അപ്പോൾ ഏട്ടൻ തേങ്ങ ചിരകേണ്ട ദിവസം എനിക്കത് ചിരകി അവിടെ വെച്ച് തരും കേട്ടോ. ഞാൻ ഇത് തലേന്ന് ഇങ്ങനെയെല്ലാം റെഡിയാക്കി വെക്കുന്നത് കൊണ്ട് ഞാൻ ഒരു 7:30 ആകുമ്പോഴേ രാവിലെ എഴുന്നേൽക്കുള്ളൂ. 7:30 കൊണ്ട് 8:30 ആകുമ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിയും കേട്ടോ. എല്ലാം തലേന്ന് സെറ്റ് ചെയ്ത് വെച്ചല്ലോ. വറവിന് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കും. പിന്നെ കറിക്കാണെങ്കിലും എല്ലാം ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു, കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കണ്ട കേട്ടോ. എനിക്ക് എല്ലാം അപ്പം തന്നെ എടുത്ത് വെക്കണം കേട്ടോ. കിച്ചൺ അപ്പം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം അപ്പം തന്നെ എല്ലാം പാത്രത്തിലേക്ക് മാറ്റി എല്ലാം വെച്ച പാത്രമെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഒതുക്കി വെക്കും. പിന്നെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മീൽ പ്രിപ്പറേഷൻ. എല്ലാ ദിവസവും ഇങ്ങനെയല്ല കേട്ടോ, ചില ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ. തലേന്ന് തന്നെ, കാരണം ചപ്പാത്തിയൊക്കെ രാവിലെ പരത്തി ചുട്ടെടുക്കുമ്പോൾ ഒരു നേരമാവില്ല. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കും. ആ ദിവസമാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ അച്ചാർ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് തന്ന കേട്ടോ. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടാട്ടോ വീഡിയോ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.